നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ച കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് താണിപ്പാറയിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ 119ാമത് ജന്മദിനം പനമ്പിള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ച കാട്ടാനയുടെ നില ഗുരുതരം. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ച കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുന്നു. കാലടി പ്ലാന്റേഷൻ 8ാം ബ്ലോക്കിൽ എരുമത്തടത്ത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി ചികിത്സ നൽകി വിട്ടയച്ച ഏകദേശം 15 വയസ്സുള്ള കൊമ്പനാണ് അവശനിലയിൽ കഴിയുന്നത്. ആന നിലവിൽ കുളിരാംതോട് ജനവാസ മേഖലയിലെ ലയങ്ങൾക്ക് സമീപമാണുള്ളത്. പ്രദേശത്തു തന്നെ തുടർന്ന് ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 19ാം തീയതിയാണ് ആനയ്ക്ക് വനം വകുപ്പ് ചികിത്സ നൽകിയത്. എന്നാൽ ആനയുടെ കാലിലെ പഴുപ്പും നീരും ഇപ്പോഴും പഴയ സ്ഥിതിയിലാണ്. ആനയ്ക്ക് നടക്കുവാനും സാധിക്കുന്നില്ല. ഇന്നലെ എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ്, ഡോക്ടർ OV മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനയെ നിരീക്ഷിച്ചിരുന്നു. ഭക്ഷണത്തിലൂടെ മരുന്ന് ആനയിലേക്ക് എത്തിക്കുന്നതിനായാണ് നിലവിൽ വനം വകുപ്പ് ശ്രമിക്കുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞത്. എന്നാൽ ആനയെ പിടികൂടി കൃത്യമായി ചികിത്സ നൽകിയില്ലെങ്കിൽ ആന ചെരിയുവാനാണ് സാധ്യത. പരിക്ക് പറ്റിയ നിലയിൽ എരുമത്തടം ഭാഗത്ത് ആദ്യമായി ആനയെ കണ്ടെത്തിയ സമയത്ത് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപണമുണ്ടായിരുന്നു. തുടർന്ന് ആനയുടെ സ്ഥിതി വഷളായതിനെ തുടർന്നാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയത്. 8 മാസം മുൻപ് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ഈ പ്രദേശത്ത് മറ്റൊരു കാട്ടാനയെ കണ്ടിരുന്നു. തുടർന്ന് ചികിത്സ നൽകുന്നതിനായി മയക്കുവെടി നൽകി പിടികൂടിയതിനു ശേഷം കോടനാട് ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ചെരിയുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. കൊടകര യൂണിറ്റ് പെൻഷൻ ഭവനിൽ ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊടകര പോലീസ് ASI സജു പൗലോസ് സൈബർ ലോകത്ത് വയോജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ക്ലാസ് നൽകി. 80 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു. AV ജോൺസൺ, TS സുബ്രഹ്മണ്യൻ, K ശിവദാസ്, KR നാരായണൻ മാസ്റ്റർ, KI പുരുഷോത്തമൻ, PG ഗിരിജകുമാരി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ പരിയാരം സ്വദേശി കൈതയിൽ KK ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 7 മണിക്കായിരുന്നു സംഭവം. 20,000 രൂപയാണ് മോഷണം പോയത്. രാവിലെ ലോട്ടറി കച്ചവടത്തിനായി എത്തിയ ഷാജു തട്ടുവെച്ച സ്ഥലത്ത് അടിച്ചുവാരുന്നതിനിടയിൽ കസേരയിൽ വെച്ച ബാഗിൽ നിന്നാണ് മോഷ്ടാവ് പണമെടുത്ത് കടന്നു കളഞ്ഞത്. ഇടതു കൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല. ഒച്ചവെച്ച് ഷാജു ഓടുന്നതിനിടയിൽ ലോട്ടറി വിൽക്കുന്ന സഹപ്രവർത്തകൻ മോഷ്ടാവിനെ പിടിച്ചെങ്കിലും കൊതറിയോടി. പണം എടുത്തുകൊണ്ടു പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഓടുന്നതിനിടയിൽ ഹെൽമറ്റ് ഊരി വലിച്ചെറിഞ്ഞു. ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ആളാണ് മോഷ്ടാവെന്ന് ഷാജു പറഞ്ഞു. രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. അങ്ങനെ ഞാനിവിടെ ബാഗ് ഇവിടെ വെച്ചിട്ട് അതിനുശേഷം ഇവിടെ അടിച്ചുപോയി. ആ സമയത്താണ് ഈ കള്ളൻ ഇത് വന്ന് പൈസ എടുത്തുകൊണ്ട് ഓടുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ ബാക്കിയോടെ കുറച്ച് വരെ ഓടി. സുരഭി തിയേറ്ററിൻ്റെ അവിടെ വരെ ഓടി. ഒരാൾ എന്നെ ഇടും. പിന്നെ ആരോഗ്യവാനായതുകൊണ്ട് ആൾ ഓടി രക്ഷപ്പെട്ടു.
നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ വിളിച്ച് കള്ളന്നല്ല പിടിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നൊരു ലോട്ടറി കിട്ടുന്ന ഒരു പയ്യനാണ്. അവൻ കയറിയെന്ന് പിടിച്ചു. പക്ഷേ അവൻ ചെറുതായതുകൊണ്ട് അവന് തട്ടി മാറ്റിയിട്ട് കൊടുത്തു. ബാഗിൽ ഉണ്ടായിരുന്ന പണം ബില്ല് കൊടുക്കാൻ വെച്ചതാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഷാജു പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് എത്തി പരിശോധന നടത്തി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് താണിപ്പാറയിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ സ്വിച്ച് ഓൺ ചെയ്തു. വാർഡംഗം ജിഷ ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു, വാർഡ് അംഗങ്ങളായ ഷൺമുഖൻ, ഓമന ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ വാർഡ് വികസന സമിതി ചെയർമാൻ ബൈജു, കൺവീനർ EK ജയൻ എന്നിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ ആദരിച്ചു. ആളൂർ SNVH സ്കൂളിലെ 1985-86 SSLC ബാച്ചിന്റെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടിയുടെ 4ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. ഉറുമ്പൻകുന്ന് മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജിഷ ബാബു, നോവലിസ്റ്റ് സുജ മനോജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഗമത്തിൽ വിവിധ ധനസഹായങ്ങളും വിവിധ കോഴ്സുകളിൽ മികച്ച വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെ മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ കിറ്റ് നൽകി. അംഗങ്ങളുടെ അമ്മമാർക്ക് പുടവ നൽകി ആദരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും ഉണ്ടായി. പ്രസിഡന്റ് മണിലാൽ, വൈസ് പ്രസിഡന്റ് റെജിമോൾ, സെക്രട്ടറി PK ബാബു, ജോയിന്റ് സെക്രട്ടറി MR സന്തോഷ്, ഖജാൻജി ജയരാജ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കേന്ദ്രമന്ത്രിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോന്റെ 119ാമത് ജന്മദിനം ചാലക്കുടി ഫോക്കസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പനമ്പള്ളി പ്രതിമയിൽ ഫോക്കസ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടത്തിയ യോഗത്തിൽ ഫോക്കസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബാബു മേലെടുത്ത്, ട്രഷറർ ജോർജ് KL, MT പൗലോസ്, അൻവർ സാദത്ത്, VG മോഹനൻ, രാജു CT, NB ഡേവിസ്, പ്രിൻസ് ആൻഡോ എന്നിവർ സംസാരിച്ചു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏപ്രിൽ മാസത്തിൽ ചാലക്കുടിയിലെ അന്നത്തെ യുവജനങ്ങൾ ഒത്തുചേർന്ന് ഫെലോഷിപ്പ് ഓഫ് കൾച്ചറൽ ആർട്സ് ആൻഡ് സർവീസ് എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി. ഏകദേശം 40ഓളം അംഗങ്ങൾ അന്ന് ആ പ്രസ്ഥാനത്തിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഈ സംഘടന ഏറ്റവും വലിയ ആവശ്യം ചാലക്കുടി വികസനം മാത്രമായിരുന്നു. ചാലക്കുടിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക, അതേപോലെ തന്നെ ചാലക്കുടി മുനിസിപ്പൽ കോടതി സ്ഥാപിക്കുക. പനമ്പള്ളി പ്രതിമ ചാലക്കുടിയിൽ സ്ഥാപിതമാകുകയും ചാലക്കുടിയുടെ എന്നും നേതാവായിരുന്ന പനമ്പള്ളിയുടെ അനുസ്മരണം നമ്മൾ വീണ്ടും ഈ വർഷം ആചരിക്കുകയാണ്. പനമ്പള്ളിക്ക് ശേഷം ചാലക്കുടിക്ക് ഒരു നേതാവ് ഉണ്ടായില്ല എന്നത് സത്യമാണ്. നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ കാര്യങ്ങൾ ഉപയോഗിച്ചറിഞ്ഞ് വിവിധ മണ്ഡലങ്ങൾ ഉന്നയിക്കാനും പ്രാപ്തരായ ഒരു നേതാവ് ചാലക്കുടിയിൽ ഉണ്ടായിട്ടില്ല. ചാലക്കുടിയുടെ സമഗ്ര വികസന ചരിത്രത്തിൽ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും കേന്ദ്ര നിയമമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോന്റെ സംഭാവന അതുല്യമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. പനമ്പള്ളിയുടെ 119ാം ജന്മദിനാചരണത്തോടനുബന്ധിച്ച് പനമ്പള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഫൗണ്ടേഷൻ ട്രഷറർ സജി റാഫേൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, CG ബാലചന്ദ്രൻ, ഷോൺ പെല്ലിശ്ശേരി, ബിജു കാതിക്കുടം, ജോർജ് ഉള്ളാട്ടിക്കുളം, ആലിസ് ഷിബു, വിൽസൺ മേച്ചേരി എന്നിവർ സംസാരിച്ചു. സെന്റ് ജെയിംസ് ആശുപത്രിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണത്തിന് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിൽ സ്വകാര്യ മേഖല ആശുപത്രി വിഭാഗത്തിൽ 3ാം സ്ഥാനം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് ലഭിച്ചു. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫാദർ ആൻറ്റു ആലപ്പാടൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല S, ചാലക്കുടി MP ബെന്നി ബഹനാൻ, അങ്കമാലി MLA റോജി M ജോൺ, കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് IAS, പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് ഈ വർഷം ഇമേജ് ഏർപ്പെടുത്തിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിരുന്നു. വ്യാസ വിദ്യാനികേതൻ സ്കൂളിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച്
സംഗീതാരാധനയിൽ സ്കൂളിലെ 14ഓളം മിടുക്കന്മാരും മിടുക്കികളും പഞ്ചാരിമേളം കൊട്ടിക്കയറിയത് കാണികളിൽ ആവേശമുയർത്തി. കുട്ടികൾ ഒരുക്കിയ മേളത്തിൻ്റെ സുന്ദരമായ ലയത്താളങ്ങൾ കാണികളുടെ കാതും മനസ്സും നിറച്ചു. വ്യാസ വിദ്യാനികേതൻ സബര്യ കലാസാംസ്കാരിക വേദി ഗുരുനാഥൻ കൊടകര ഉണ്ണി മാസ്റ്ററുടെ ശിക്ഷണം നേടിയ 14 വിദ്യാർത്ഥികളുടെ ചെണ്ടയിലുള്ള മികവുറ്റ കലാപ്രകടനം നടന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളായ ശ്വേത പ്രമോദ്, ഗൗരി നന്ദന MV, മഹേശ്വർ പ്രമോദ്, നവനീത് AK, ആദിശങ്കർ P നായർ, ദേവർഷ് PG, ശ്രീ വൃന്ദ CD, ശ്രീനിധി PR, ശ്രീ നിവേദ് PR, ദക്ഷ് ദേവ്, ശ്രീ ബൽദേവ്, ആദിലക്ഷ്മി, കാർത്തികം, ശ്രീഹരി മേനോൻ എന്നിവരാണ് പഞ്ചാരി അവതരിപ്പിച്ചത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വായ്പാട്ട്, വയലിൻ, തിരുവാതിരക്കളി, നൃത്തം എന്നിവയും കുട്ടികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,875 രൂപ, പവന് 87,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ച കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് താണിപ്പാറയിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ 119ാമത് ജന്മദിനം പനമ്പിള്ളി ജന്മശതാബ്ദി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.